Hi everyone. So, നമ്മളുടെ ഇന്നത്തെ സെഷൻ ഇസ് അബൌട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ലാമിനാസ്. പല ലാമിനാസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് ഈസ് ദി മൊമെന്റ് ഓഫ് ദി ഇനേഷ്യ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലാമിന. ടെക്നിക്കൽ ടൈംസിൽ പറയുകയാണെങ്കിൽ it is purely a mathematical term which gives a quantitative estimate of the relative distribution of area with respect to some reference axis. നമുക്കൊരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് ആക്സ്, ആ റെഫറൻസ് ആക്സ് എവിടെ വേണമെങ്കിലും ആ റെഫറൻസ് ആക്സ് മാറുന്നതിനനുസരിച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ആവും. ആ ഇപ്പോൾ നമുക്കൊരു ബോഡി ഉണ്ട്, ഒരു റെഫറൻസ് ആക്സ് ഉണ്ടെങ്കിൽ ഈ ബോഡിയുടെ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് റെഫറൻസ് ആക്സിസ് ഇസ് നോൺ ആസ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ വേറൊരു ടെക്നിക്കൽ ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ബെൻഡിങ്, നമ്മളതിലേക്ക് വരുന്നുണ്ട്. ബട്ട് ആസ് എ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദി റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. റിലേറ്റീവ്, ഓക്കെ, ആ ടേം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ദി റിലേറ്റീവ്. റിലേറ്റീവ് എന്തുകൊണ്ടാണ് പറയുന്നത്? ബിക്കോസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ആക്സിസ്. ആക്സിസ് മാറുന്നതിനനുസരിച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ മാറും. സോ ഇറ്റ് ഈസ് ദി റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് ആക്സിസ്. സോ നമ്മൾ ഇവിടെ ഒരു റാൻഡം ഏരിയ പിക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു റാൻഡം ആക്സിസും പിക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്സിസ് എ ബി. സോ നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ തന്നെ ആ ഏരിയയിൽ ഒരു സ്മോളസ്റ്റ് പോസിബിൾ എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഓഫ് ഏരിയ ഡി എ, ഒരു എലമെൻ്റൽ ഏരിയ ഡി എ. ആ ഡി എ എന്ന് പറയുന്ന എലമെൻ്റൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആക്സിസ്, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്ന ആക്സിസിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറിയിട്ടാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിൽ ബി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഹോൾ ഏരിയ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഡി എയുടെ കാര്യം മാത്രമാണ്. ഇത് ഡി എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ളൊരു ചെറിയ എലമെൻ്റൽ ഏരിയ മാത്രമാണ്. അതിൻ്റെ ഇൻഫിനിറ്റ് എലമെൻ്റൽ ഏരിയ കൂടി ചേരുന്നതാണ് ഈ ടോട്ടൽ ഏരിയ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എലമെൻ്റൽ ഏരിയ ആൻഡ് ദ റെഫറൻസ് ആക്സിസ്, അങ്ങനെ ഓരോ എലമെൻ്റൽ ഏരിയയുടെ ക്യുമുലേറ്റീവ് സമ്മിനെയാണ് നമ്മൾ ആ എൻറ്റയർ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആക്സിസ് എന്ന് പറയാം. സോ വി ക്യാൻ റൈറ്റ് ഐ എ ബി ഇസ് ഈക്വൽ ടു സിഗ്മ ആർ സ്ക്വയർ ഡി എന്ന് എഴുതാൻ പറ്റും. വേർ ആർ ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എലമെൻ്റൽ ഏരിയ കൺസിഡേർഡ് ആൻഡ് ദി റെഫറൻസ് ആക്സിസ് ആൻഡ് ഡി എ ഇസ് ദി എലമെൻ്റൽ ഏരിയ. ഓക്കെ, സോ നമുക്ക് ഐ എ ബിന് വേണമെങ്കിൽ സിഗ്മ ആർ സ്ക്വയർ ഡി എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിതിൻ്റെ അകത്തേക്കൊരു കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഡി എ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് എലമെൻ്റൽ ഏരിയ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എലമെൻ്റൽ ഏരിയ ആൻഡ് ദി ആക്സിസ് ചൂസൺ. ഈ ഡിസ്റ്റൻസ് കണ്ടോ? ദിസ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലേ? ആർ എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള എലമെൻ്റൽ ഏരിയയും ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി എ ഇൻറ്റു ആർ, അതിനെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് മൊമെന്റ് ഓഫ് എലമെൻ്റൽ ഏരിയ എന്ന് വിളിക്കാം. നമ്മൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഫോഴ്സിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ലിവർ ആം ഡിസ്റ്റൻസ്, അല്ലെ? ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ സെയിം ഗോസ് ഹിയർ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഏരിയയും കൺസിഡർ ചെയ്തിട്ടുള്ള ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ നമ്മൾ അവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ മൊമെന്റ് ഓഫ് ഏരിയ ഹിയർ. ഓക്കെ, ആർ ഡി എ ഇറ്റ് ഈസ് ദി മൊമെന്റ് ഓഫ് ഏരിയ. കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് അതിനെ ഫസ്റ്റ് മൊമെന്റ് ഓഫ് എലമെൻ്റൽ ഏരിയ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ ഡി എ വിൽ ബി ദി സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. ഓക്കെ, ആർ ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊമെന്റ് ഓഫ് എലമെൻ്റൽ ഏരിയ ആൻഡ് ആർ സ്ക്വയർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി സെക്കൻഡ് മൊമെന്റ് ഓഫ് എലമെൻ്റൽ ഏരിയ. സിഗ്മ ആർ സ്ക്വയർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദി സെക്കൻഡ് മൊമെന്റ് ഓഫ് ഓൾ ഏരിയ. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ പറയുമ്പോഴത്തേനും നമുക്കൊരു ഇപ്പോൾ ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നതായിരിക്കും കുറേയും കൂടി നല്ലത്. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ തിക്നെസ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു വേറൊരു ടൈം കൂടി വരുന്നുണ്ട്, ദാറ്റ് ഈസ് ദി മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ വിൽ ബി കൺസിഡറിങ് തിക്നെസ് ഓൾസോ. ഓക്കെ, സോ ഫോർ ദ ടൈം ബീയിങ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ബെൻഡിങ്. നമുക്കൊരു വീഡിയോ കാണാം.
സോ ഞാൻ എന്തായാലും പ്രിസം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രിസം വെച്ചിട്ട് ഇതിൻ്റെ ബെൻഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഇസ് എ റെക്ടാംഗുലർ പ്രിസം. ഞാൻ അതിൻ്റെ ആക്സസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. This is the x-axis and this is the y-axis. The axis will be towards us. Okay. സോ നമുക്ക് ഇനി ഓരോ ആക്സിനെ അബൌട്ട് ആയിട്ട് അതിൻ്റെ ബെൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ് ആക്സിനെ അബൌട്ട് ആയിട്ട് ഈ പ്രിസം എങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുന്നുണ്ടാവുക? ഉണ്ടോ ഇങ്ങനെ. ഓക്കെ, അതിന് ലോഞ്ചിറ്റ്യൂണൽ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ലൈക്ക് ദിസ്. ഉണ്ടോ, ഇങ്ങനെയായിരിക്കും അത് എക്സ് ആക്സിനെ അബൌട്ട് ആയിട്ട് ബെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് യു ക്യാൻ സി ദ ബെൻഡിങ് അബൌട്ട് വൈ ആക്സ്. വൈ ആക്സിനെ അബൌട്ട് ആയിട്ട് എങ്ങനെയാണ് അത് ബെൻഡ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ ബെൻഡ് ചെയ്യുക? ഇങ്ങനെയായിരിക്കും അല്ലേ. സൈഡ് വൈസ് ആയിട്ടുള്ള ബെൻഡിങ് ആണ്. നെക്സ്റ്റ് സി ആക്സിനെ അബൌട്ട് ആയിട്ട് അതെങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയായിരിക്കും സി ആക്സിനെ അബൌട്ട് ആയിട്ട് ബെൻഡ് ചെയ്യുക? ഇതേപോലെ ആയിരിക്കും. See, this is not a bending, this is a twisting. കണ്ടോ, അതിൻ്റെ സൈഡൊക്കെ വാർപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. സി എക്സിനെ അബൌട്ട് ആയിട്ടുള്ള ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് പോകുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, അതൊരു ടേം ആണ്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തുള്ള അതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. വി ഹാവ് ആൻ ഏരിയ ആൻഡ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് കൺസിഡറിങ് ആക്സിസ് എ ബി. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐ എ ബി വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. ഇവിടെ നമ്മൾ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഐ എ ബി ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഏരിയനെ ഹോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യണം, എലമെന്റൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാതെ ഹോൾ ഒറ്റ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഡയറക്ട്ലി ഡി എ ആസ് എ. സോ ഐ എ ബി ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് എനിക്ക് വേണമെങ്കിൽ എഴുതാം. വേർ ആർ ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ഓഫ് ദി ഏരിയ കൺസിഡർഡ് ആൻഡ് ദി axis considered. Okay, so IAB equal to r square into a. So next ഞാൻ ഈ ഏരിയനെ ഒരു സ്ട്രിപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ സ്ട്രിപ്പ് അതിൻ്റെ ഏരിയ ചേഞ്ച് ആവുന്നില്ല, അതിൻ്റെ ഷേപ്പ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഓക്കെ, സോ ആ ഒരു ഏരിയനെ ഞാൻ കംപ്രസ് ചെയ്തിട്ട് സെയിം ഏരിയ ഉള്ള ഒരു റെക്റ്റാംഗിൾ സ്ട്രിപ്പായിട്ട് കൺവേർട്ട് ചെയ്തു. എനിക്ക് വേണ്ടത് ഈ നേരത്തെയുള്ള ആ ഏരിയയുടെ സെയിം മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നെ ആയിരിക്കണം ഈ സ്ട്രിപ്പിനും വരേണ്ടത്. നേരത്തെയുള്ള ആ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരുന്നു? ദാറ്റ് വാസ് ഐ എ ബി ഈക്വൽ ടു ആർ സ്ക്വയർ എ. സോ എനിക്ക് ഈ ഐ എ ബി സെയിം വാല്യൂ തന്നെ കിട്ടണം. ഏരിയ കോൺസ്റ്റന്റ് ആണ്. ഞാൻ സെയിം ഏരിയനെ ആ ഏരിയനെ കംപ്രസ് ചെയ്തിട്ടാണ് ഒരു സ്ട്രിപ്പ് ആക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ആർ ഡിസ്റ്റൻസ് തന്നെ വെച്ചാൽ മതിയോ? അല്ല അല്ലേ, അതിൻ്റെ ആ ഡിസ്റ്റൻസ് വേറെ ആയിരിക്കും. So I am denoting it as k. Then ആ ഇക്വേഷൻ എനിക്ക് എങ്ങനെ ഇപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ ഹോൾ ഏരിയ കൺസിഡർ ചെയ്തപ്പോഴായിരുന്നു ഐ എ ബി ഈക്വൽ ടു ആർ സ്ക്വയർ എ. സോ ഇപ്പൊ ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് റെക്ടാംഗിൾസ് സെൻട്രോയിഡ് ഇസ് ലൊക്കേറ്റഡ് ഫ്രം k യൂണിറ്റ്സ് ഫ്രം ദി ആക്സിസ് കൺസിഡർഡ്. അങ്ങനെയാണെങ്കിൽ if I want the same moment of inertia, I should write the equation as IAB equal to k square into a. From that we can write k is equal to square root of I by a. ആ k എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഗിവൺ ആക്സിസ് എ ബി എന്ന് പറയാം. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ പോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷനും ആക്സിസ് ഡിപ്പെൻഡൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മളതിൻ്റെ രണ്ട് തിയറമാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് തിയറം ഇസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. If you look into the definition, if Ixx and Iyy are the moment of inertia of an area A about mutually perpendicular axes xx and yy in the plane of area, then the moment of inertia of the area about the zz axis which is perpendicular to xx and yy axis and passing through the point of intersection of xx and yy axis is given by Izz equal to Ixx plus Iyy. അതായത് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്, മൂന്ന് ആക്സിസ് എക്സ് വൈ ആൻഡ് സി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് പ്ലസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് വിൽ ബി ഈക്വൽ ടു ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ദി സി ആക്സിസ്. അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് ദർ ഇസ് എ തിയറം ദർ ഷുഡ് ബി എ പ്രൂഫ് അല്ലേ. ഇപ്പോൾ പ്രൂവ് ചെയ്ത് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. ഓക്കെ, എനി റാൻഡം ഏരിയ, ലെറ്റ് ദാറ്റ് ഏരിയ ബി ക്യാപിറ്റൽ എ. സോ നമുക്കിനി എൻ്റെ ആക്സിസുകൾ കൺസിഡർ ചെയ്യണം. ദർ ഇസ് ആൻ എക്സ് ആക്സിസ്
there's a y-axis and they are coinciding at a point O. Okay, let that be origin. Then there is z-axis which is mutually perpendicular to x and y. എക്സിനും വൈക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഈ ആക്സിസ് അങ്ങോട്ട് വരിക ഈ പോയിന്റിൽ നിന്ന് നമ്മളുടെ നേരെ ഓക്കെ ടുവേർഡ്സ് ആണ് വരുന്നത്. വരയ്ക്കാൻ 3Dക്ക് വരയ്ക്കുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ടുവേർഡ്സ് നമ്മളുടെ അടുത്തേക്കാണ് z ആക്സിസ് വരുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ അകത്തൊരു എലമെന്റൽ ഏരിയ, സ്മോളസ്റ്റ് പോസിബിൾ എലമെന്റ് ഒരു കൺസിഡർ ചെയ്യാൻ. ദറ്റ് എലമെന്റൽ ഏരിയ ബി ഡി എ ഇറ്റ് സെൽഫ്. ഡി എയുടെ കോർഡിനേറ്റ്സ് ഫ്രം y ആക്സിസ് ഇറ്റ് ഈസ് x യൂണിറ്റ്സ് and from x axis it is y units and from the z axis it is r units. Okay, so അങ്ങനെയാണെങ്കിൽ നമുക്ക് moment of inertia of that area with respect to z axis izz എന്തായിരിക്കും? that will be integral r square dA അല്ലേ? നമ്മൾ ഏത് ആക്സിസ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് z ആക്സിസിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആ എലമെന്റൽ ഏരിയ ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് IZZ ആസ് ഇന്റഗ്രൽ r സ്ക്വയർ dA. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കുക. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് r ആണ്, ഹൈറ്റ് y ആണ്, ബേസ് x ആണ്. സോ നമുക്ക് നമുക്ക് r സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യൂസിങ് പൈതഗോറസ് തിയറം വി ക്യാൻ റൈറ്റ് ആസ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി IZZ is equal to integral x square plus y square dA. നെക്സ്റ്റ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. IXX is equal to integral x square dA plus integral y square dA. ഇനി ആ ടേംസ് നോക്കാം. വാട്ട് ഈസ് ഇന്റഗ്രൽ x square dA? എന്താ? x എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി y ആക്സിസ് അല്ലേ? സോ y ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്റഗ്രൽ x square dA വിൽ ബി IYY. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി എക്സ് ആക്സിസ്. ദെൻ ഇന്റഗ്രൽ y സ്ക്വയർ dA വിൽ ബി IXX. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ IZZ is equal to IXX plus IYY and this is the perpendicular axis theorem. So next theorem is parallel axis theorem. Parallel axis theorem യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു സം ആക്സിസ് ആയിരിക്കും. ആ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ വേറൊരു ആക്സിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇഫ് യു ഹാവ് മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സം ആക്സിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സം അതർ ആക്സിസ് വിച്ച് ഇസ് പാരലൽ ടു ദി ആക്സിസ് വിച്ച് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഡിറ്റർമിൻഡ്. ഓക്കെ, അതിന് വരേണ്ട ക്രൈറ്റീരിയ ആണ് രണ്ട് ആക്സിസും പാരലലും ആയിരിക്കണം, അതിൽ ഒരാക്സിസ് സെൻട്രോയിഡൽ ആക്സിസും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ട് ആക്സിസ് ഉണ്ടാവണം, ആ രണ്ട് ആക്സിസും പാരലൽ ആയിരിക്കണം, അതിൽ ഒരു ആക്സിസ് സെൻട്രോയിഡൽ ആക്സിസ് ആയിരിക്കണം. ഓക്കെ, ദെൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് IG is the moment of inertia of a plane lamina of area A about its centroidal axis in the plane of lamina, then the moment of inertia about any axis AB which is parallel to centroidal axis and at a distance h from the centroidal axis is given by IAB is equal to IG plus A square. ആ രണ്ട് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ കമ്പ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ഓക്കെ, സോ കൺസിഡറിങ് ദ സെയിം ഏരിയ അതിനൊരു സെൻട്രോയിഡ് ഉണ്ടാവും അല്ലേ? സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാം. നമുക്ക് ലൊക്കേറ്റ് സെൻട്രോയിഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സെൻട്രോയിഡൽ ആക്സിസ് വരയ്ക്കാം. ദെൻ with respect to that axis we can compute the moment of inertia. Okay, that will centroidal axis corresponding ആയിട്ടുള്ള moment of inertia ആണ് നമ്മൾ centroidal moment of inertia എന്ന് പറയാം. ഓക്കെ, നമ്മൾ അതിനെ IG എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, then we are considering an elemental area dA which is y distance from the centroid. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് സെൻട്രോയിഡിൽ നിന്ന് y യൂണിറ്റ്സ് മാറിയിട്ടാണ്. നമുക്ക് പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്യുന്നത് ആ സെൻട്രോയിഡൽ ആക്സിന് പാരലൽ ആയിട്ടുള്ള വേറെ ആക്സിസിലേക്ക് ആ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. സോ എന്നിപ്പോൾ സെൻട്രോയിഡിന് പാരലൽ ആയിട്ടുള്ള വേറൊരു റാൻഡം ആക്സിസ് AB കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ AB എന്ന് പറയുന്ന ആക്സിസും സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി h. ഓക്കെ, ദെൻ ഫസ്റ്റ് മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ അബൌട്ട് AB. ഈ എലമെന്റിന്റെ ഫസ്റ്റ് മൊമെന്റ് എന്തായിരിക്കും? product of
area and distance from the centroid of the element considered and the axis considered. നമ്മളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡി എ ആണ്. അതിൻ്റെ സെൻട്രോയിഡ് മുതൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആക്സിസ് നമ്മളിപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് എ ബിയിലേക്കാണ്. അങ്ങനെയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി വൈ പ്ലസ് എച്ച് അല്ലേ. സോ ഫസ്റ്റ് മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ അബൌട്ട് എ ബി വിൽ ബി ഈക്വൽ ടു ഡി എ ഇൻറ്റു വൈ പ്ലസ് എച്ച്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ എന്തായിരിക്കും? ഡി എ ഇൻറ്റു വൈ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ അല്ലേ. ദെൻ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഹോൾ ഏരിയ, ഈ എൻറ്റയർ നമ്മൾ നേരത്തെ പറഞ്ഞത് എലമെന്റൽ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഹോൾ ഏരിയ എന്തായിരിക്കും? അതിൻ്റെ ആ എല്ലാ എലമെന്റൽ ഏരിയയും കൂടി സമ്മാനിക്കും. വി ആർ യൂസിങ് ഇന്റഗ്രൽ ഫോർ ദാറ്റ്. ദെൻ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ about axis AB will be equal to integral dA into y plus h the whole square. We can denote it as IAB. IAB equal to integral dA into y plus h the whole square. Just another expand here, then IAB will be equal to dA into y square plus 2yh plus h square. Then split the then IAB equal to integral y square dA plus 2yh dA plus integral h square dA. Integral y dA എന്താണ്? സോറി, integral y square dA എന്താണ്? y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എലമെന്റ് ആൻഡ് ദി സെൻട്രോയിഡൽ ആക്സിസ്. ദെൻ integral y square dA will be the centroidal moment of inertia IG അല്ലേ. സോ അതിനെ ഐ ജി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് എച്ച് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ 2 എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. സോ 2h പുറത്തേക്ക് എടുത്തു. ദെൻ 2h ഇൻറ്റു വൈ ഇൻറ്റഗ്രൽ വൈ ഡി എ പ്ലസ് എച്ച് സ്ക്വയർ ഡി എന്ന് എച്ച് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് ഈ ഇൻറ്റഗ്രലിൽ പുറത്തേക്കും എച്ചിന് എടുത്ത് ദാറ്റ് വിൽ ബി എച്ച് സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എ. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ വൈ ഡി എ എന്തെന്നാ നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. y bar is equal to integral y dA divided by integral dA. ആ തിയറം നമുക്ക് ഇവിടേക്ക് യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ വന്നാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തൊട്ട് വീഡിയോയിലും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കയറി നോക്കാം. ഓക്കെ, സോ y bar is equal to integral y dA divided by integral dA. നമ്മൾ ന്യൂമറേറ്റർ പോർഷന് ഒന്നും ചെയ്യാനില്ല, നമ്മൾ അതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത്. ഡിനോമിനേറ്റർ ഇൻറ്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ടോട്ടൽ ഏരിയ അല്ലേ, എലമെന്റ് മൊത്തം ഷേപ്പിന്റെ ഏരിയ. സോ ഇന്റഗ്രൽ ഡി എ വിൽ ബി എ itself. So y bar is equal to integral y dA divided by a. From that we can write integral y dA is equal to a y bar. Then ആ ടേമിനെ നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then IAB is equal to IG plus 2h into a y bar plus h square. Integral dA is a itself. ഇനി y bar എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആക്സിസും സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. നമ്മൾ എന്താ പറയുക, y bar കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡൽ ആക്സിസ് തന്നെയാണ്. ഹെൻസ് y bar becomes 0. സോ നമുക്ക് എന്ത് കിട്ടും? IAB is equal to IG plus h square. y bar 0 എന്ന് മനസ്സിലായില്ലേ? y bar എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് G ഫ്രം ദി ആക്സിസ് ഫ്രം വിച്ച് y is measured. y മെഷർ ചെയ്തിട്ടുള്ള ആക്സിസ് എന്ന് പറഞ്ഞാൽ അതും സെൻട്രോയിഡ് ആക്സിസ് തന്നെയാണ്. അതും സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെന്ന് 0 ആണ്. അങ്ങനെയാണ് y bar 0 ആവുന്നത്. സോ y bar ഇപ്പം മൊത്തം ഈ ടൈം മുഴുവനായിട്ട് വാനിഷ് ആവും. ദെൻ IAB is equal to IG plus h square which is the parallel axis theorem. So next time is mass moment of inertia. Mass moment of inertia നമുക്ക് ഓരോ ടൈംസ് ആയിട്ട് കാണാം. ഫസ്റ്റ് is mass. What is mass? Mass is the quantitative measure of the resistance to change the motion of a body. ഒരു ബോഡിയുടെ മോഷനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷറിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇനേഷ്യ? The inertia of the body is a property by virtue of which it resists any change in its state of rest or of uniform motion. അത് യൂണിഫോം മോഷനിലാണെങ്കിൽ അതിന് യൂണിഫോം മോഷനിൽ തന്നെ നിൽക്കാനാണ് അതിന് ടെൻഡൻസി. അല്ലെങ്കിൽ അറ്റ് റെസ്റ്റ് ആണെങ്കിൽ ആ അറ്റ് റെസ്റ്റിൽ ഇരിക്കാനാണ് അതിൻ്റെ ടെൻഡൻസി. അതിനെന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ വിർച്യൂവിനെയാണ് നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നത്. ഇനേഷ്യയുടെ കോസാണ്
മാസ് കാരണമാണ് ഇനേഷ്യ ഉണ്ടാകുന്നത്. നമ്മൾ ജനറലി ട്രാൻസ്ലേറ്ററി ഇനേഷ്യനാണ് നമ്മൾ മാസ്സായിട്ട് പറയുന്നത്. റൊട്ടേഷണൽ ഇനേഷ്യനാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് പറയാറ്. നമ്മളിപ്പോൾ രണ്ട് സോളിഡ്സ് എടുക്കണം, ഒരു കോണും ഒരു സിലിണ്ടറും. ഈ രണ്ടിൻ്റെ വോള്യം സെയിം ആണ്. രണ്ടിനും നമ്മളൊരു സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ട്. നമ്മൾ ആ സെൻട്രോയിഡൽ ആക്സിസിനെ അബൌട്ടായിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ അറ്റ് റെസ്റ്റ് ആണ്, അതിന് റൊട്ടേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിസ്റ്റ് ചെയ്യും അല്ലേ, ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലേ. ദാറ്റ് ഈസ് ദി ഇനേഷ്യ. ആ ഇനേഷ്യ രണ്ടിലും സെയിം ആയിരിക്കും അല്ല അല്ലേ, ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദി ഷേപ്പ്. അത് ആദ്യത്തെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺ അല്ലേ, രണ്ടാമത്തെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിലിണ്ടർ. അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എം. അതതിൻ്റെ മാസിനെ പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസിൽ നിന്ന് അതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിനാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഷേപ്സ് പറഞ്ഞപ്പോഴത്തേന് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. ആർ എന്ന് പറഞ്ഞാൽ ആ എലമെന്റൽ ഏരിയയും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. പിന്നെ തന്നെ നമ്മൾ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ പറയുമ്പോൾ വേറൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എൻറ്റയർ മാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയൊരു എലമെന്റ് മാസ് കൺസിഡർ ചെയ്യുക ഡി എം. ആ ഡി എമ്മും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. Then moment of inertia, mass moment of inertia will be I is equal to integral x square dm. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ആ k will be equal to root of I by m, root of moment of inertia divided by mass of that object. Okay, theorems ഒക്കെ ഇവിടെ applicable ആണ്. The moment of inertia of a body about an axis at a distance d and parallel to centroidal axis is equal to sum of moment of inertia about centroidal axis and product of mass and square of distance between the parallel axis. I is equal to ig plus m d square, which is the parallel axis theorem we have seen earlier. Next is the polar moment of inertia. Okay, see actually moment of inertia എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസിനെ അബൌട്ട് ആയിട്ട് ഏരിയയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ ഉണ്ട്. എക്സ് ആൻഡ് വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏരിയ, ആ സർഫസിനെ അബൌട്ടായിട്ട് ആ ഏരിയയുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. ഈ പോളർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നതും ജസ്റ്റ് ലൈക്ക് ദി ഓർഡിനറി മൊമെന്റ് ഓഫ് ഇനേഷ്യ, ബട്ട് ദ ആക്സിസ് കൺസിഡർഡ് ഈസ് ദി z ആക്സിസ് വിച്ച് ഇസ് നോർമൽ ടു ദി ക്രോസ് സെക്ഷൻ. ആ നമ്മൾ ഏത് ബോഡിയാണ് എടുക്കുന്നത് ആ ബോഡിയുടെ ക്രോസ് സെക്ഷന് നോർമൽ ആയിട്ടുള്ള ആക്സിസ് ആണ് z ആക്സിസ്. ആ z ആക്സിസിന് അബൌട്ടായിട്ട് ആ ബോഡിയുടെ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയാം. അതിനെന്തുകൊണ്ടാണ് അങ്ങനെ വേറൊരു പേര് വിളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബെൻഡിങ്ങിന്റെ വീഡിയോ കണ്ടാണ് അല്ലേ. ബെൻഡിങ് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടു, ബെൻഡിങ് അബൌട്ട് എക്സ് ആക്സിസ് കണ്ടു, ബെൻഡിങ് അബൌട്ട് വൈ ആക്സിസ് കണ്ടു, ബെൻഡിങ് അബൌട്ട് z ആക്സിസ് കണ്ടു. ബെൻഡിങ് അബൌട്ട് എക്സ് ആക്സിസും ബെൻഡിങ് അബൌട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ അത് നോർമലി ഒന്നെങ്കിൽ അപ്പ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിട്ടുള്ള ബെൻഡിങ്ങോ അല്ലെങ്കിൽ സൈഡ് വേസ് ബെൻഡിങ്ങോ ആയിരുന്നു. ബെൻഡിങ് അബൌട്ട് z ആക്സിസ് എന്തായിരുന്നു? അത് ആക്ച്വലി നമ്മളതിന്റെ ബെൻഡിങ് എന്നല്ല, അതിനെ ട്വിസ്റ്റിംഗ് എന്ന് പറയാം അല്ലേ. എബൌട്ട് എക്സ് ബെൻഡ് ചെയ്യുമ്പോഴും എബൌട്ട് വൈ ബെൻഡ് ചെയ്യുമ്പോഴും ആ മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷന് വാർപ്പിംഗ് ഉണ്ടാവുന്നില്ല. ആ ഒരു പ്രശ്നത്തിന്റെ ഏത് സെക്ഷൻ എടുത്തു നോക്കി കഴിഞ്ഞാലും ആ സെക്ഷന്റെ ഷേപ്പിന് ഡിസ്റ്റോർഷൻ വന്നിട്ടില്ല. പക്ഷെ ബെൻഡിങ് അബൌട്ട് z ആക്സിസ് ചെയ്തപ്പോഴത്തേനും അത് ആക്ച്വലി ബെൻഡിങ് അല്ല, ദാറ്റ് ഇസ് ട്വിസ്റ്റിംഗ് അല്ലെ. ഒരു മെറ്റീരിയൽ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓരോ ക്രോസ് സെക്ഷനും വാർപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ട്വിസ്റ്റ് ആയി പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെക്ഷനും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ that's the importance of polar moment of inertia. Polar moment of inertia എന്ന് പറഞ്ഞാൽ it's the distribution of area with respect to z axis, or in other words we can say it is the measure of resistance to bending in z axis which is twisting. Okay, നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറുള്ളത് IZZ എന്നാണ്. ചില ഓതേഴ്സ് തന്നെ J എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി ഇപ്പം ഞാൻ IZZ എന്നാണ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. IZZ will be equal to IXX plus IYY. So next we are going to discuss about the theorem of Pappus and Gullness. ഈ തിയറി ആക്ച്വലി ഫസ്റ്റ് കൊണ്ടുവന്നത്
പാപ്പസ് ആണ് അബൌട്ട് 300 AD. ദെൻ ലേറ്റർ 1640 ഒരു സ്വിസ് മാത്തമാറ്റീഷ്യനാണ് ഗേൾനെസ്, അദ്ദേഹമാണ് ഈ തിയറത്തിനെ റീസ്റ്റേറ്റ് ചെയ്തത്. ഓക്കെ, തിയറം യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സർഫസ് ഓഫ് റെവല്യൂഷൻ്റെ ഏരിയയും വോള്യൂമും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഈ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോട്ട് എടുക്കാം. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഡോട്ട്. ഓക്കെ, ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ഡയമെൻഷൻ ഉണ്ടാവില്ല. ഡോട്ടിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈൻ കിട്ടുക, അല്ലേ? നമ്മൾ ഡോട്ടിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡോട്ട് അടുപ്പിച്ചിരുമ്പോഴാണ് നമുക്കൊരു ലൈൻ കിട്ടുക. അങ്ങനെ കിട്ടിയ ലൈൻ അല്ലെങ്കിൽ എന്ത് ഷേപ്പ്, ഒരു നോർമൽ ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു കർവ്ഡ് ലൈൻ ആവാം, എന്താണെങ്കിലും നമുക്കൊരു ആക്സിന് അബൌട്ടായിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർഫസ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന സർഫസസിനെയാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കർവിനെ വേറൊരു കർവിനെ അബൌട്ടായിട്ട് നമ്മൾ റെവല്യൂഷൻ ചെയ്യുന്നു, അപ്പോൾ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനാണ് നമ്മൾ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സർഫസ് ഓഫ് റെവല്യൂഷൻസിന്റെ ഏരിയയും വോള്യൂം കണ്ടുപിടിക്കാനാണ് നമ്മൾ തിയറം ഓഫ് പാപ്പസ് ആൻഡ് ഗിൾനസ് യൂസ് ചെയ്യുന്നത്. Okay, so as I said, surface of revolution, it is a surface which may be generated by rotating a plane curve about a fixed axis. Okay, so ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു say what happens if we rotate a semi circular curve about an axis or a normal line about an axis, a parallel line about an axis, and a circle with respect to this axis. Okay, so ഫസ്റ്റ് എക്സാമ്പിൾ, ഞാനൊരു സെമി സർക്കുലർ കർവിനെ ഒരു ആക്സിസ് അബൌട്ട് ആയിട്ട് റിവോൾവ് ചെയ്യിക്കാൻ പോവാണ്. സോ ഞാനൊരു സെമി സർക്കുലർ കർവ് എടുത്തിട്ടുണ്ട്. ഈ റെഡ് ലൈനാണ് ഞാൻ ഇതിൻ്റെ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ റെഡ് ലൈൻ അബൌട്ട് ആയിട്ടായിരിക്കും ഞാൻ ഈ സെമി സർക്കുലർ കർവിനെ റിവോൾവ് ചെയ്യിക്കാം. ഓക്കെ, സോ നമുക്ക് ആ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സി എന്ത് ഷേപ്പാണ് ഫോം ചെയ്യുന്നത്? അത് പ്രാക്ടിക്കലി ഒരു സ്ഫിയർ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ആക്സിസും ഞാൻ എടുത്തിട്ടുള്ള ആക്സിസും ആ സെമി സർക്കുലർ കർവും തമ്മിൽ ചെറിയൊരു ഓഫ്സെറ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടുന്നത്. കണ്ടോ, ഷേപ്പ് ജനറേറ്റ് ആയിരിക്കണം. കണ്ടോ, ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ യു റിവോൾവ് എ സെമി സർക്കുലർ ആർച്ച്. സോ ഈ സെമി സർക്കുലർ ആർച്ച് റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്കൊരു ഹോളോ സ്ഫിയർ ആണ് കിട്ടുക, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻക്ലൈൻ ലൈൻ, ഒരു ലൈൻ വേറൊരു ലൈൻ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഷേപ്പ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സോ ഈ വൈറ്റ് ലൈനിനെ റെഡ് ലൈൻ അബൌട്ടായിട്ടാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. റെഡ് ലൈനാണ് ഇതിൻ്റെ ബേസ് ആക്സിസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു റൊട്ടേറ്റ് ദിസ് ലൈൻ about the red line. Okay, സി നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നത്? നമുക്കൊരു ഹോളോ കോണാണ് കിട്ടുന്നത്, അല്ലേ? സി, സോ ഇഫ് യു റൊട്ടേറ്റ് എ ലൈൻ അബൌട്ട് അനദർ ലൈൻ, what will get a hollow cone. So next നമ്മൾ കാണാൻ പോകുന്നത് what happens if we revolve a line with respect to an axis. So I am going to revolve this line about this axis, red line. Okay, see നമുക്ക് എന്താ കിട്ടുന്നത്? What we are getting is a hollow cylinder, അല്ലേ? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സിലിണ്ടർ കിട്ടും. പിക്ചർ റെപ്രസെൻറ്റേഷന് വേണ്ടി ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, so if we rotate a line with respect to another line, you will get a hollow cylinder. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു സർക്കിൾ നമുക്ക് ഒരു ആക്സിന് അബൌട്ടായിട്ട് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കാം. ഓക്കെ, സോ ഈ വൈറ്റ് കാണിച്ചിട്ടുള്ള ഈ സർക്കിളിനെ അബൌട്ട് this axis I am going to rotate. See what happens? നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് എ റിംഗ് ട്യൂബ്, അല്ലേ? ഹോളോ റിംഗ്. So as I said in the video,
നമ്മളൊരു സെമി സർക്കുലർ കർവിനെ ഒരു ആക്സിന് അബൌട്ടായിട്ട് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹോളോസ്ഫിയർ ആയിരിക്കും. ഓക്കെ, ഞാൻ ആ വീഡിയോയിൽ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആക്സിനെ താഴത്തേക്കാക്കി വരച്ചത്. അതുകൊണ്ടാണ് അവിടെ ഒരു ക്യാവിറ്റി പോലെ വന്നത്. ആക്ച്വലി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാവിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സ്ഫിയർ ആയിട്ട്, ഒരു ഹോളോ സ്ഫിയർ ആയിട്ടാണ് കിട്ടുക. ഒരു ലൈൻ ആണെങ്കിൽ എന്താ കിട്ടുക, നമുക്കൊരു ഹോളോ കോൺ കിട്ടും. ഇനി ആ ലൈൻ പാരലൽ ആണെങ്കിൽ വാട്ട് വി ഗെറ്റ് ഈസ് എ ഹോളോ സിലിണ്ടർ. ഒരു സർക്കിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ വിൽ ഗെറ്റ് എ ഹോളോ റിംഗ്. ഓക്കെ, ഇങ്ങനെ ഇത്രയൊന്നും അല്ല, നമുക്ക് ഏത് കർവ് വേണമെങ്കിലും എടുത്ത് നമുക്ക് റിവോൾവ് ചെയ്യിപ്പിക്കാം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് ഓഫ് റെവല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് ഇസ് ദി ബോഡി ഓഫ് റെവല്യൂഷൻ. ബോഡി ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ റിവോൾവ് ചെയ്യിപ്പിച്ചത് സർഫസസിനായിരുന്നു അല്ലെ, ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു സെമി സർക്കുലർ കർവ് അല്ലെങ്കിൽ ഒരു നോർമൽ ലൈൻ അല്ലെങ്കിൽ ഒരു പാരലൽ ലൈൻ, ഒരു ഇല്ലെങ്കിൽ ഒരു സർക്കിൾ. നമ്മൾ നെക്സ്റ്റ് ഇവിടെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മളൊരു പ്ലെയിൻ ഏരിയനെയാണ് അബൌട്ട് ആൻ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് വെൻ വി റൊട്ടേറ്റ് എ semicircular area about an axis, a right angle triangle about an axis, a rectangle about an axis, or a circle about an axis. Okay, these are surfaces. നേരത്തേതൊക്കെ ലൈൻസ് ആയിരുന്നു. ഓക്കെ, these are areas. ഓക്കെ, സോ ഞാൻ എന്താ ഇവിടെ ഒരു സെമി സർക്കുലർ ഷേപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പിനെ അബൌട്ട് ദിസ് ലൈൻ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നതെന്ന് നോക്കാം. So I'm selecting this semicircle portion. ഓക്കെ, അത് മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ ചെയ്തപ്പോഴത്തേനും അത് സെമി സർക്കുലർ കർവ് മാത്രമായിരുന്നു, ഒരു ആർക്ക് മാത്രമായിരുന്നു. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എൻറ്റയർ സെമി സർക്കിൾ പോർഷൻ ആണ്. സോ അബൌട്ട് ദിസ് ലൈൻ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നത്? ഗെറ്റിംഗ് എ സോളിഡ് സ്ഫിയർ. നമുക്ക് നേരത്തെ എന്ത് ഷേപ്പാണ് കിട്ടിയത്? നമുക്ക് നേരത്തെ ഒരു ഹോളോ സ്ഫിയർ ആണ് കിട്ടിയത്. അതാണ് ആർക്കും പ്ലെയിനും തമ്മിലെത്തി. നമ്മളൊരു ആർക്കിനെ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഹോളോ സ്ഫിയർ ആണ്. പക്ഷെ നമ്മളൊരു ഷേപ്പിനാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ഗെറ്റ് എ സോളിഡ് സ്ഫിയർ. സോ നെക്സ്റ്റ് നമുക്ക് ഒരു പ്ലെയിൻ ട്രയാങ്കിൾ അതിൻ്റെ ഒരു സൈഡിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ എന്താ കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, സോ ഐ ഹാവ് ടേക്കൺ ദിസ് പ്ലെയിൻ ട്രയാങ്കിൾ and I am going to rotate this triangle about this red line. Okay, let's see what we get. This triangle about this line. Okay, what are we getting? Okay, എന്താണ്? This is a solid cone അല്ലേ? നമുക്കൊരു സോളിഡ് കോൺ ആണ് കിട്ടുന്നത്. ഫുൾ റെവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ സോളിഡ് കോൺ കിട്ടും. ഞാനിപ്പോൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കണ്ടോ, വാട്ട് ആർ വി ഗെറ്റിംഗ് ഇസ് എ കോൺ ഇറ്റ്സെൽഫ്. കണ്ടോ, ദിസ് ഇസ് എ കോൺ. സോ നെക്സ്റ്റ് നമുക്ക് ഒരു റെക്ടാങ്കിളിനെ ഒരു ലൈൻ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ എന്ത് ഷേപ്പാണ് കിട്ടുക നോക്കാം. സോ ഐ എം ഗോയിങ് ടു റൊട്ടേറ്റ് ദിസ് റെക്ടാങ്കിൾ. റിമെമ്പർ ദിസ് ഇസ് എ ഷേപ്പ് നൗ. ഓക്കെ, നോട്ട് ജസ്റ്റ് എ ലൈൻ. So if I'm going to rotate this rectangle about this line, what I will get a solid cylinder. Okay, I will get a solid cylinder. Next നമ്മൾ കാണാൻ പോകുന്നത് ഒരു സർക്കുലർ ഷേപ്പ്. ഒരു സർക്കിൾ, ഇറ്റ്സ് എ ഷേപ്പ് നൗ. ഓക്കെ, ഈ ഷേപ്പിനെ ഒരു ആക്സിസിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ മനസ്സിലാക്കുക, നേരത്തെ ചെയ്തപ്പോഴത്തേനും ദാറ്റ് വാസ് ജസ്റ്റ് എ സർക്കിൾ, ഒരു ലൈൻ മാത്രമായിരുന്നു. ഇപ്പോൾ ഇതൊരു ഷേപ്പാണ്. ഇഫ് ദിസ് ഇസ് എ ഷേപ്പ് ആൻഡ് ഇഫ് വി റിവോൾവ് ഇറ്റ് അബൌട്ട് ആൻ ആക്സിസ്, then we will get a solid ring. കണ്ടോ, നമുക്ക് നേരത്തെ ഒരു ഹോളോ റിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ വാട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് എ സോളിഡ് റിംഗ്. സോ നമുക്ക് എന്താ കിട്ടിയത്? നമ്മളൊരു സെമി സർക്കുലർ സർഫസ് അബൌട്ട് ആൻ ആക്സിസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഗെറ്റ് എ സോളിഡ് സ്ഫിയർ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ വിൽ ഗെറ്റ് എ സോളിഡ് കോൺ. റെക്ടാങ്കിൾ ആണെങ്കിൽ വി വിൽ ഗെറ്റ് എ സോളിഡ് സിലിണ്ടർ.
ഒരു സർക്കിൾ അബൌട്ട് ഈ ആക്സിസ് ആണെങ്കിൽ വിൽ ഗെറ്റ് എ സോളിഡ് റിംഗ്. ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഏരിയാസിനെ റിവോൾവ് ചെയ്തിട്ടും നമുക്ക് ബോഡി ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ലൈൻസിനെയാണ് നമ്മൾ റിവോൾവ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ഗെറ്റ് എ സർഫസ്. നമ്മൾ ഏരിയ അല്ലെ സർഫസിനെയാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ഗെറ്റ് എ ബോഡി. ഓക്കെ, now let's see what are the theorems are. Theorem 1 states that the area of surface generated by revolving a plane curve about a non-intersecting axis in the plane of the curve is equal to the product of length of curve and the distance traveled by the centroid of the curve while the surface is being generated. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, സോ വി ഹാവ് കർവ്. ഓക്കെ, നമുക്കൊരു കർവ് ഉണ്ട്, അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ആണ്. ഓക്കെ, നമ്മൾ ഒരു ആക്സ് എടുക്കണം. ഞാൻ റാൻഡായിട്ട് വൈ ആക്സ് ആണ് പിക്ക് ചെയ്തിട്ടുള്ളത്. ആ വൈ ആക്സിന് അബൌട്ട് ആയിട്ട് ഞാൻ ഈ കർവിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ് അബൌട്ട് ദിസ് സർക്കുലർ പാത്ത് വിച്ച് ഹാസ് എ റേഡിയസ് എക്സ്. ഓക്കെ, നോട്ട് ദാറ്റ് ദിസ് എ സർക്കുലർ കർവ്, നോട്ട് ആൻ എലിപ്റ്റിക്കൽ കർവ്. ഓക്കെ, പെർസ്പെക്റ്റീവിൽ വരച്ച കാരണമാണ് എലിപ്സ് പോലെ ഫീൽ ചെയ്യുന്നത്. ദിസ് ഇസ് ആക്ച്വലി എ സർക്കുലർ കർവ്. എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു സർഫസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ അവിടെ ഒരു ആ വീഡിയോയിൽ മുകളിലൊരു പോപ്പപ്പ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ആക്ച്വലി എന്ത് സർഫസ് ആണ് ജനറേറ്റ് ആവുകയെന്ന്. ഓക്കെ, സോ നമുക്ക് ആ ഇപ്പം നമ്മളൊരു ഈ ഒരു കർവിനെ നമ്മളൊരു എബൌട്ട് എ സർക്കിൾ റിവോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ തിയറം 1 നമുക്ക് അങ്ങനെ ജനറേറ്റ് ആയിട്ടുള്ള സർഫസിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു എലമെന്റൽ ലെങ്ത് ഡി എൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഡി എൽ എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ സെയിം ആക്സിന് അബൌട്ടായിട്ട് സെയിം പാത്ത് കൂടെ തന്നെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് എന്താ പറയുക, ആ പാത്തിന്റെ ജനറേറ്റ് ആയിട്ടുള്ള ആ സർഫസിന്റെ ഒരു പോർഷനാണ്. അതവിടെ ആ പോപ്പപ്പ് വിൻഡോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ ബ്ലൂ ഷെയ്ഡ്സ് വരുമ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഡി എല്ലിന്റെ പോർഷനാണ്. അത് ജനറേറ്റ് ആയിട്ടുള്ള സർഫസ് എൽ എന്ന് പറയുന്ന കർവാണ് നമ്മളുടെ പാരന്റ് കർവ്. അതിൻ്റെ അകത്ത് ഒരു എലമെന്റ് മാത്രമാണ് ഡി എൽ. ഓക്കെ, ആ എലമെന്റ് കറക്റ്റ് ആയിട്ട് അപ്പോൾ ആ എൽ എന്ന് പറയുന്ന കർവ് ഉണ്ടാക്കുന്ന സർഫസ് ഓഫ് റെവല്യൂഷനിൽ ഡി എൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും ഡി എൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വി ക്യാൻ റൈറ്റ് ഇസ് ഏരിയ വിൽ ബി ഇന്റഗ്രൽ 2πx dl. അതെങ്ങനെയാ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ഡി എൽ എന്ന് പറയുന്നതിനെ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? ആ ഡി എൽ ട്രാവൽ ചെയ്തിട്ടുള്ള സർഫസ് ആയിരിക്കുമല്ലോ അല്ലേ? ആ ട്രാവൽ ചെയ്ത സർഫസ് എന്ന് പറഞ്ഞാൽ അതൊരു സർക്കുലർ കർവ് ആണ്. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എക്സ് യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിൾ ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കും. സർക്കിളിന്റെ പെരിമീറ്റർ ഇസ് 2πx. സോ 2πx ഈസ് ദി ലെങ്ത് ആൻഡ് dl ഈസ് ദി ബ്രെഡ്ത്ത്. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 2πx ഇൻറ്റു dl. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ എൻറ്റയർ കർവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സർഫസിന്റെ ഏരിയ കിട്ടുക അല്ലെ. 2πx dl എന്ന് പറയുന്നത് ആ എലമെന്റൽ ലെങ്ത് ക്രിയേറ്റ് ചെയ്ത ഏരിയ മാത്രമേ തരുന്നുള്ളൂ. നമുക്ക് വേണ്ട എന്താ? ഈ ഹോൾ സർഫസിന്റെ ഏരിയ ആണ് വേണ്ടത്. സോ വി ഷുഡ് ഇന്റഗ്രേറ്റ് ഇറ്റ്. ഓക്കെ, സോ അതിനകത്ത് 2π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമ്മളത് വെളിയിലേക്ക് എടുക്കുന്നു. സോ ഏരിയ വിൽ ബി ഈക്വൽ ടു 2π ഇൻറ്റു എക്സ് dl. ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ് ദി റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ അല്ലേ. നമ്മൾ ഒരു സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എലമെന്റൽ ഏരിയാസ് എലമെന്റൽ ലെങ്ത് അല്ലാണ്ട് കൂടിയതാണ് ആ ഒരു സിംഗിൾ എലമെന്റ്. ആ എലമെന്റ് ആണ് നമുക്കൊരു സർഫസ് ഓഫ് റെവല്യൂഷൻ തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എക്സ് എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ സെൻട്രോയിഡിലേക്കുള്ള ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. ആ എന്താ പറയാ, ആ സെൻട്രോയിഡ് ഏത് പാത്തി കൂടെയാണോ പോയിട്ടുള്ളത് അങ്ങനെ തന്നെയായിരിക്കും ആ ഷേപ്പ് റിവോൾവ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് എക്സ് ആസ് എക്സ് ബാർ അല്ലേ. സോ നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു 2πx ബാർ ഇന്റഗ്രൽ dl. എക്സ് ബാർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ അതും
നമുക്ക് ഇന്റഗ്രലിനെ വെളിയിലേക്ക് എടുക്കാം. സോ ഏരിയ വിൽ ബി ഈക്വൽ ടു 2 pi x bar into integral dl. Integral dl എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദി ലെങ്ത് ഇറ്റ്സെൽഫ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു 2 pi x bar into l. And so this is what theorem states. Theorem എന്ന് പറയുന്നത് ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ കർവ് അബൌട്ട് എ നോൺ ഇന്റർസെക്ടിങ് ആക്സിസ്. അവിടെ നോൺ ഇന്റർസെക്ടിങ് ആക്സിസ് ആണ്. ദിസ് ഇസ് y ആക്സിസ്. ആ ആക്സിന് അബൌട്ട് ആയിട്ട് ഒരു കർവിനെ നമ്മൾ റിവോൾവ് ചെയ്യിക്കുകയാണ്. ഇതിന്റെ ഏരിയ വിൽ ബി ഈക്വൽ ടു എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് കർവ്. ലെങ്ത് ഓഫ് കർവ് എന്താണ്? L അല്ലെ? ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി സെൻട്രോയിഡ് ഓഫ് ദി കർവ്. കർവിന്റെ സെൻട്രോയിഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? x ബാർ ആണ്. അത് ട്രാവൽ ചെയ്തിട്ടുള്ളത് 2 pi x bar ആണ്. സോ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സെൻട്രോയിഡ് ഓഫ് ദ കർവ് എന്തായിരിക്കും? Centroid of the curve while surface is being generated. ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? That is 2 pi x bar അല്ലേ? So 2 pi x bar into L gives the area. Okay, now let's see what theorem 2 states. Theorem 2 states the volume of a body generated by revolving a plane area about a non-intersecting axis in the plane of the area is equal to the product of the area and the distance traveled by the centroid of the plane area while the body is being generated. Okay, നമുക്ക് പിക്ചറിലായിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. വി ഹാവ് ആൻ ഏരിയ. ഓക്കെ, ഞാൻ റാൻഡായിട്ട് ഒരു ഏരിയ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ റെക്ടാങ്കുലർ ഏരിയ. ഓക്കെ, ഇതൊരു പാരലോഗ്രാം അല്ല, റെക്ടാങ്കിൾ. അതിനെ പെർസ്പെക്റ്റീവിൽ വരച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. എന്തൊരു ആക്സിന് അബൌട്ട് ആയിട്ട് ഈ റെക്ടാങ്കിൾ റൊട്ടേറ്റ് ചെയ്യാൻ പോകണം. പിക് ദി വൈ ആക്സിസ്. ഓക്കെ, ഇതാണ് ഈ റെക്ടാങ്കിളിന്റെ റിവോൾവിംഗ് പാത്ത്. ഒരു സർക്കുലർ പാത്ത് ആണ് ഓഫ് റേഡിയസ് എക്സ്. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെയാണ്. ഈ പാത്തിനെ അബൌട്ടായിട്ടായിരിക്കും ഈ ഏരിയ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇറ്റ് ക്രിയേറ്റ്സ് എ റിംഗ് അല്ലെ? ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറാണ് ഇതും ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോള്യം കണ്ടുപിടിക്കാനുള്ളതാണ് തിയറം 2. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഡി എ. ഡി എ ഈ പറയുന്ന പോലെ വൈ ആക്സിന് അബൌട്ട് ആയിട്ട് കറക്റ്റായിട്ട് ആ കർവിൽ കൂടെ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് വോള്യം വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ആദ്യം ആ എലമെന്റ് ഉണ്ടാക്കിയ വോള്യം നോക്കുക. ഞാൻ എന്താ ഇവിടെ എൻ്റെ പോപ്പപ്പ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്രിയേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഉള്ളിലത്തെ ആ ഷെയ്ഡഡ് പോർഷൻ ആണ് ഡി. അങ്ങനത്തെ ഒരുപാട് എലമെന്റൽ ഏരിയാസ് ഉള്ളതാണ് ആ ഹോൾ ഏരിയ. ഓക്കെ, സോ ആദ്യം നമുക്ക് ആ എലമെന്റൽ ഏരിയയുടെ വോള്യം നോക്കാം. എലമെന്റൽ ഏരിയയുടെ വോള്യം എന്താണ്? വോള്യം എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ? ആ എലമെന്റിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എ ആണ്. ഓക്കെ, ഇനി അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ആ ട്രാവൽ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ തീർത്തിൽ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുന്നത് സർക്കുലർ പാത്താണ്. ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എക്സ് യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രാവൽ ചെയ്ത ലെങ്ത് വിൽ ബി ദ പെരിമീറ്റർ ഓഫ് ദാറ്റ് സർക്കിൾ, ദാറ്റ് ഇസ് 2 pi x. അങ്ങനെയാണെങ്കിൽ ആ എലമെന്റൽ ഏരിയയുടെ വോള്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 2 pi x ഇൻറ്റു ഡി എ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട എന്താ? നമുക്ക് ആ ടോട്ടൽ ബോഡിയുടെ വോള്യാണ് നമുക്ക് വേണ്ടത്. അതിനെന്താ വേണ്ടത്? അതിനങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ വോള്യം വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2 pi x ഡി എ. ഓക്കെ, നമുക്ക് പറഞ്ഞ പോലെ 2 pi കോൺസ്റ്റന്റ് ആണ്. സോ നമ്മളത് ഇന്റഗ്രലിന് വെളിയിലേക്ക് എടുത്തു. സോ വോള്യം ഈസ് ഈക്വൽ ടു 2 pi ഇൻറ്റു എക്സ് ഡി എ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കാം അല്ലെ? ഈ ബോഡിയുടെ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെൻട്രോയിഡ് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ ആ ബോഡി പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ബാർ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ആൻഡ് എക്സ് ബാർ ഇസ് കോൺസ്റ്റന്റ്. സോ നമുക്ക് ഇന്റഗ്രലിന് വെളിയിലേക്ക് എടുക്കാം. സോ വോള്യം ഇസ് ഈക്വൽ ടു 2 pi x bar integral dA. Integral dA എന്ന് പറഞ്ഞാൽ that is area, it's a total area അല്ലേ? So volume is equal to 2 pi x bar into A. And ഇതാണ് ആ തിയറം പറയുന്നത്. The volume of any body generated by revolving a plane area about a non-intersecting axis. ഒരു നോൺ ഇന്റർസെക്ടിങ് ആയിട്ടുള്ള ആക്സിസ് അതിന് അബൌട്ട് ആയിട്ട് എന്താ ഒരു ഏരിയനെ റൊട്ടേറ്റ് ചെയ്യണം. ബ്ലൂ ഏരിയ. ഓക്കെ, എന്ത് ഏരിയ വേണമെങ്കിലും ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഒരു റാൻഡ് ഏരിയ പിക്ക് ചെയ്തെന്നുള്ള എന്ത് ഏരിയ വേണമെങ്കിലും ആയിക്കോട്ടെ. ഈ ഏരിയയുടെ വോള്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഏരിയ എ അല്ലേ? ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി സെൻട്രോയിഡ് ഓഫ് ദി പ്ലെയിൻ ഏരിയ വൈൽ സർഫസ് ഓഫ് ബോഡി ഈസ് ബീയിങ് ജനറേറ്റഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? സെൻട്രോയിഡ് ട്രാവൽ ഡിസ്റ്റൻസ്. സെൻട്രോയിഡ് ഉള്ളത്
എക്സ് ബാർ ഡിസ്റ്റൻസിലാണ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് വേണമല്ലോ, ഇതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആ എക്സ് ബാർ ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു സർക്കിളാണ്. സോ ആ സർക്കിളിന്റെ പെരിമീറ്റർ 2π എക്സ് ബാർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ഗീവ്സ് ദി വോളിയം. ദാറ്റ് ഇസ് തിയറം 2. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ടോപ്പിക്കിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ ഈ ഇത്രയും വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ വേഗം തന്നെ റിപ്ലൈ ചെയ്യാം. ഓക്കെ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.